കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം. ഓട്ടോറിക്ഷയ്ക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടുപോത്ത വാഹനം തകർത്തു. മുഖത്തും കാലിനും പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ വിഷ്ണു കുളത്തൂപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. കൂടുതൽ വിവരങ്ങൾ രാഹുൽ ജിനാഥ് നൽകും. രാഹുൽ, എപ്പോഴായിരുന്നു ആക്രമണം? ഇയാളുടെ പരിക്ക് ഗുരുതരമാണോ? ഇന്ന് രാത്രി 8 മണിയോടുകൂടിയായിരുന്നു കൊല്ലം കുളത്തൂപ്പുഴയിലെ ESM കോളനിക്ക് സമീപം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. കാട്ടുപോത്തിന്റെ കൂട്ടമായിരുന്നു ആ സമയത്ത് റോഡിൽ ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്നാണ് റോഡിലേക്ക് ഈ കാട്ടുപോത്തിന്റെ കൂട്ടം റോഡിലേക്ക് പ്രവേശിച്ചത്. തെന്മല ഭാഗത്ത് നിന്ന് മടങ്ങി വരികയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായ വിഷ്ണു. അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഈ കാട്ടുപോത്ത് ഓട്ടോയ്ക്ക് മുന്നിലേക്ക് കുതിച്ചു വന്നു. ഇടിയുടെ ആഘാതത്തിൽ മുൻവശത്തെ ഓട്ടോയുടെ ഗ്ലാസ് തകർന്നിരുന്നു. പിന്നീടാണ് ഇടപെട്ട ഓട്ടോ തൊട്ടടുത്ത പറമ്പിലേക്ക് മറിഞ്ഞത്. ഏതായാലും ഹിമ ചോദിച്ച ചോദ്യത്തിന് പറയാനുള്ളത് പരിക്ക് ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ ഇതാണ്. കാരണം വിഷ്ണുവിന്റെ പരിക്ക് ഗുരുതരമല്ല. നിലവിൽ എന്തായാലും തൊട്ടടുത്ത ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശം പ്രധാനമായും ഈ പ്രദേശത്ത് കാട്ടുപോത്തിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലമാണ്. ആളുകൾ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. അപ്പോഴും പരിഹാരമാകാതെ നിൽക്കുകയായിരുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ അപകടമുണ്ടായത് ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണ്. വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ശരി, കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.